Hello everybody. Hi all, welcome to Hanami Creations. ഇന്ന് ഞങ്ങൾ കവാസാക്കിയിൽ യൊമോറി ലാൻഡ് എന്ന് പറഞ്ഞിട്ട് കിഡ്സിൻ്റെ ഒക്കെ ഒരു പ്ലേ ഏരിയയിൽ വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ വണ്ടർലയൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു തീം പാർക്കാണ്. ഇവിടെ വാട്ടർ റൈഡ്സും അല്ലാത്ത റൈഡ്സും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പം കിഡ്സിന് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരുപാട് റൈഡ്സ് ഉണ്ട്, പക്ഷേ വാട്ടർ റൈഡ്സ് ഒന്നും നല്ല തണുപ്പാണ്, അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പോവില്ലായിരിക്കും. ബാക്കി റൈഡ്സിനൊക്കെ എത്ര ക്യൂ ഉണ്ടെന്നൊന്നും അറിയില്ല. കാരണം ഇഷ്ടംപോലെ ഇവിടെ ഒരുപാട് പാർക്കിംഗ് ഏരിയകളുണ്ട്. അതിൽ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. അത് ഫുള്ള് ഓൾമോസ്റ്റ് അത് ഫുള്ളാണ്. ബാക്കിയെല്ലാം ഫുള്ളായിട്ട് ഓൾറെഡി കിടക്കുകയായിരുന്നു. അപ്പോൾ നല്ല ക്യൂ കാണും. പിന്നെ ഇവിടെ നൈറ്റ് ആകുമ്പോഴത്തേനും ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ, വായോ. ഫെറിസ് വീൽ, ഞങ്ങളുടെ കൊച്ചിൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഫെറിസ് വീലിൽ കയറണമെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഫെറിസ് വീൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ അംബാസിഡറിൻ്റെ വീട്ടിലൊക്കെ പോയൊരു വീഡിയോ. അപ്പോൾ ഞങ്ങൾക്ക് അംബാസിഡറിൻ്റെ വീട്ടിൽ പോകുന്നതുകൊണ്ട് അവിടെ കയറാൻ പറ്റില്ല, ഞങ്ങൾ വേഗം വീട്ടിൽ വരേണ്ടി വന്നു. അപ്പോൾ അന്ന് പ്രോമിസ് ചെയ്താണ് ഫെറിസ് വീലിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ഫെറിസ് വീലും പിന്നെ ഒരുപാട് റൈഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഫെറിസ് വീലൊക്കെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കയറ്റം. ഈ വണ്ടി ഭയങ്കര സ്ലോ ആണ്, നീങ്ങണില്ല. ഞാൻ വലിച്ചിട്ടും എല്ലാ റൈഡ്സിലും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ക്യൂ കണ്ടില്ലേ, ഇവരെല്ലാവരും ഇതിൽ കയറാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നവരാണ്. നമ്മൾ ഉള്ളിലോട്ട് പോകാനുള്ള ക്യൂ ആണ്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുള്ളൂ. അപ്പം മിക്കവാറും നല്ല തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 1800 അഡൾട്ടിനും 1000 yen ചൈൽഡിനുമാണ് ടിക്കറ്റിന്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ റൈഡിനും നമ്മൾ എക്സ്ട്രാ കൊടുക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഓരോ റൈഡിൻ്റെയും സൈഡിൽ നമ്മൾ കൊടുക്കാനായിട്ട് മീൻസ് അവിടുത്തെ പേ ചെയ്യണം. എന്നിട്ട് നമുക്ക് എല്ലാ റൈഡിലും കയറാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ എല്ലാ റൈഡൂടെ കൂട്ടിയിട്ടുള്ള പാസ് എടുക്കാം. അത് 5000 സംതിങ് ആണ് ഒരാൾക്ക്. പക്ഷെ നമ്മൾ അതങ്ങനെ എടുക്കുന്നില്ല, കാരണം ഞങ്ങൾ വാട്ടർ റൈഡ് യൂസ് ചെയ്യില്ലായിരിക്കും. നല്ല വിൻ്ററാണ്, ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ വാട്ടർ റൈഡ് യൂസ് ചെയ്യില്ലായിരിക്കും. പിന്നെ എല്ലാ ഈ റോളർ കോസ്റ്റർ ഒന്നും മിക്കവാറും നമ്മൾ എടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏത് റൈഡിലാണോ കയറാൻ പറ്റുന്നത് ആ റൈഡിൻ്റെ പാസ് മാത്രമേ എടുക്കുന്നുള്ളൂ. സത്യത്തിലേ നമ്മളടക്കം എന്തിനാണ് നമ്മൾ പേടിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വരുന്നല്ലേ? ഓ നോ, അതിങ്ങനെ upside down. See, Ami, it will stand upside down. ശരിക്കും എത്ര ഡേഞ്ചർ തന്നെയല്ലേ. കാര്യം എത്ര സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞാലും തലകുത്തി വീണ എന്തായിരിക്കും അവസ്ഥ? അയ്യോ, ഇങ്ങനത്തേതിലൊന്നും ഞാൻ പോവില്ല, എനിക്ക് പേടിയാ. ഞങ്ങൾ പണ്ട് ഇവിടെ ടോക്കിയോ ഡോം എന്നും പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കുറേ റൈഡ്സ് ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. അന്ന് ഞാനും സച്ചും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവിടെ പോയിട്ട് റോളർ കോസ്റ്ററിൽ കയറി. കയറി അന്ന് തീരുമാനിച്ചു ഇനി മേലെ നമ്മൾ അങ്ങനത്തെ സ്ഥലത്ത് കയറില്ല എന്നുള്ളത്. ഇങ്ങനെ ഭയങ്കര അത്രയും ഹൈറ്റിൽ വന്നിട്ട് അവരിങ്ങനെ കൊണ്ട് നിർത്തും. അങ്ങനെ നിർത്തുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ആത്മാവൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒറ്റ ഒരു ഇടലാണ്. ആ ഇടലിൽ മറ്റേ നരകമോ സ്വർഗമോ എല്ലായിടത്തും ഒരു റൗണ്ടൊക്കെ പോയിട്ട് വന്ന് അങ്ങനെയായിരുന്നു അന്ന് തീരുമാനിച്ചു ഇനി മേലെ ഈ സ്ഥലത്തെ കയറരുതെന്ന്. നിങ്ങൾ കണ്ണടച്ചിരുന്നോണ്ടല്ലേ ഇത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് കാണും, കാരണം ഇങ്ങനത്തെ അഡ്വഞ്ചേഴ്സ് ഇഷ്ടമുള്ളവരുണ്ടല്ലോ. എനിക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു പേടിയാണ്. പണ്ടൊക്കെ ചെറുതായിരിക്കുമ്പോൾ വീഗാലാൻഡിലൊക്കെ പോയി, അന്ന് വീഗാലാൻഡാണല്ലോ, അവിടെ പോയിട്ട് ഇങ്ങനത്തെ ഇതിലൊന്നും കയറുമ്പോൾ വലിയ അങ്ങനത്തെ ടെൻഷൻ അന്നില്ല. ബോധമില്ല, ഇച്ചിരിയിലും ബോധം ഉണ്ടല്ലോ നമുക്ക് പേടിക്കാൻ പറ്റുള്ളൂ. വെയിറ്റ് 2 2歳。お金かかるの3歳からなんで、チケット2人分で大丈夫。あ、ごめんなさい。ここまでで。
പോലെ അപ്പൊ ഇനി ടോപ്പിൽ പോയിട്ട് നമുക്ക് താഴോട്ട് നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടിയാ. എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയാ. ഞാൻ കയറും, പക്ഷേ ഇങ്ങനെ മേളിലൊക്കെ കയറി കഴിയുമ്പോൾ ഞാൻ ആലോചിക്കും ഇതെങ്ങാനും ഇപ്പൊ ഒന്ന് കുലുങ്ങി എന്തായിരിക്കും അവസ്ഥ എന്ന്. ഇപ്പൊ ഈ കാണുന്ന നിങ്ങൾ കാണുന്ന ഈ എൻ്റയർ പാർക്ക്, ഇതിനകത്ത് ഫുൾ ഇവര് ക്രിസ്മസിന്റെ ലൈറ്റ്സ് ഇടും. അപ്പം നല്ല രസമായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു 4:30 ആകുമ്പോഴത്തേനും സൺസെറ്റ് ആകും. അപ്പോൾ ആ ടൈമിലേക്ക് ഇവര് ഇത് ഇടും, ലൈറ്റ്സ് ഇടും. അപ്പം നല്ല രസമായിരിക്കും. ഞാൻ എങ്ങും നോക്കാതിരിക്കട്ടെ. ഈ ചെറുക്കനൊന്നും ഇതൊന്നും മനസ്സിലാവുന്നില്ലാത്തോണ്ട് ഇവനൊക്കെ കിടന്ന് ഇങ്ങനെ ഇളകാന്ന് കൊച്ചേ. എനിക്കിത് ആടുവോന്ന് പേടി. അയ്യോ, നമ്മളെ ടോപ്പ് എത്തിയോ? അത് എനിക്കതാ ഞാൻ ആലോചിക്കുന്നത്. ഇവൻ ഇതിൽ കേറി നിൽക്കുമ്പോ എനിക്ക് പേടിയാ. ഞങ്ങൾ ഇതിന്റെ ഉള്ളിലോട്ടുള്ള എൻട്രി പാസ് മാത്രം എടുത്തുകൊണ്ട് ഇനി ഓരോ റൈഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആ റൈഡിനുള്ള എമൗണ്ട് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു മെഷീൻ കാണും ഇവിടെ എല്ലാ റൈഡിന്റെ മുന്നിൽ. ആ മെഷീനിൽ നമ്മൾ ഏത് റൈഡിനാണോ കയറാൻ പോകുന്നത് അതിന്റെ പ്രൈസ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ട് അതിന്റെ ടിക്കറ്റ് എടുത്താൽ മതി. ഇതിനുള്ളിൽ കയറിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇവിടുത്തെ വാട്ടർ തീം പാർക്ക് ഇവര് സമ്മറിൽ മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. അല്ലാതെ ഇവിടെയുള്ള ബാക്കി റൈഡ്സുകളുണ്ട്. പിന്നെ ഫോളിന്റെ ടൈമിലും വിന്ററിന്റെ ടൈമിലുമാണ് ഇവിടെ ഇലൂമിനേഷൻ ഉള്ളത്. ഒരു 40 അട്രാക്ഷൻസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അതിൽ കിഡ്സിനും അഡൾട്ടിനും ഉള്ളതുണ്ട്. കിഡ്സിന് അവരുടെ റൈഡ്സിലൊക്കെ കയറണമെങ്കിൽ 90 സെന്റിമീറ്റർ എങ്കിലും അവർക്ക് ഉയരം വേണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്നൊരു അഡ്രിനാലിൻ റഷ് ഒക്കെ വേണമെങ്കിൽ ഇതാ പോകുന്ന റോളർ കോസ്റ്ററിൽ ഒന്ന് കയറിയാൽ മതി. 1560 മീറ്റർ ലോങ് ആണ് ഈ റോളർ കോസ്റ്റർ. അത് മാത്രമല്ല 110 കിലോമീറ്റർ സ്പീഡിലാണ് കേട്ടോ ഈ റോളർ കോസ്റ്റർ പോകുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഏരിയാസ് ആക്കിയിട്ട് ഇവിടെ ടേബിളും ചെയർസും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫുഡ് ഇവിടുന്ന് മേടിച്ചിട്ട് കഴിക്കാം. ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ബണ്ണും ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് അത് കഴിക്കുകയാണ്. പോകാൻ നേരം ഇവിടെ പിസയൊക്കെ നല്ല കിട്ടുമെന്ന് അവിടെ കയറി വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പോകാൻ നേരം അതെന്തെങ്കിലും ട്രൈ ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ലൈറ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ കുറച്ചുകൂടി ഇരുണ്ട് കഴിഞ്ഞാലേ അത് നല്ല രസമായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അല്ലാതെ ഈ തീം പാർക്ക് നേരത്തെ ആദ്യം മുതൽ ഇവിടെ ഉള്ളതാണ്. ഈ ക്രിസ്മസ് അല്ലെങ്കിൽ വിൻ്റർ ടൈമിലാണ് ഈ ഇലൂമിനേഷനൊക്കെ ഇവിടെ വരുന്നത്. നല്ല രസമാണ് ഇവിടുത്തെ ഈ ഇലൂമിനേഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഇരുണ്ട് കഴിയുമ്പോൾ അത് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഇലൂമിനേഷനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ജപ്പാനിലുണ്ട്. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഈ വിൻ്റർ ക്രിസ്മസ് അത് റിലേറ്റഡ് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇലൂമിനേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിക്കാൻ അവിടെ വന്നിരുന്ന് ബാഗ് ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു കാര്യം ഓർമ്മയിൽ വന്നത്. സ്നാക്സൊക്കെ കാറിൽ തന്നെ വെച്ചിട്ടാണ് ഞങ്ങൾ നടന്നു വന്നത്. കാരണം നടക്കുമ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് കാറിൽ വെച്ചത് ഞാൻ ഓർത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ ഒത്തിരി ഫുഡ് ട്രക്സും അല്ലാതെ സ്നാക്സ് കിട്ടുന്ന വേറെ ഷോപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് അവിടെ എന്താ കിട്ടണേന്ന് നോക്കാൻ പോവാണ് കേട്ടോ. ക്രീപ്പിൻ്റെ ഷോപ്പാണിത്. കൂടുതലും ചോക്ലേറ്റ് ഫ്ലേവേഴ്സാണ്. ഇതാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചത്. ഒരു ബട്ടർ ഷുഗർ ക്രീപ്പും ഒരു ഫ്രൈഡ് ക്രീപ്പും. ഫ്രൈഡ് ക്രീപ്പിനകത്ത് വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ടിട്ട്, പക്ഷെ ചൂടോടെ തന്നത്. അതുകൊണ്ട് ഈ തണുപ്പത്ത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്. ആ മ്യൂസിക്കിനനുസരിച്ച് ഈ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കും കേട്ടോ. ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പോൾ നേരത്തെ വന്ന ആ ലുക്കേ മാറി, വേറൊരു അടിപൊളി ലുക്കായി. ശരിക്കും ഇപ്പോഴായിരുന്നു ഫെറിസ് വീലിൽ കയറേണ്ടിയിരുന്നത്. അപ്പോൾ ഈ മേളിൽ നിന്ന് ഇത് ഫുള്ളിങ്ങനെ കാണാമായിരുന്നു. ആ റോളർ കോസ്റ്ററിൻ്റെ സിപ്പ് ലൈനിലൊക്കെ അവർ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അവസാനത്തെ 2 ആരും ഇല്ല. ഈ കയറ്റം കയറുമ്പോൾ നമ്മുടെ ചങ്കിനുണ്ടാകുന്നൊരു ഇടിപ്പ്, അത് എന്താണെന്ന് ഓൾറെഡി പോയിട്ടുള്ളവർക്കറിയാം.
ഞങ്ങൾക്ക് ഇവിടെയുള്ള റൈഡ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കേബിൾ കാർ ആണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഉണ്ട് ഈ റൈഡ്. നമുക്ക് വേണമെങ്കിൽ ഈ റൈഡ് റൗണ്ട് ട്രിപ്പ് എടുക്കാം, അല്ലെങ്കിൽ വൺ വേ ട്രിപ്പ് എടുക്കാം. ഞങ്ങൾ ഇത് റൗണ്ട് ആണ് എടുത്തത്. ഇത് റൗണ്ട് ആണെങ്കിൽ അഡൾട്ടിന് 500 യെന്നും ചൈൽഡിന് 300 യെന്നും ആണ്. പക്ഷെ ഇത് ശരിക്കും വേർത്ത് ആണ് കേട്ടോ. കാരണം നമുക്ക് 15 മിനിറ്റ് ഇങ്ങനെ ഈ യൊമോരിലാൻഡിന്റെ മേളിൽ കൂടെയും ഇവിടെ ഈ സിറ്റിയുടെ മേളിൽ കൂടെയും ഈ ഫുൾ ഏരിയ ഇങ്ങനെ മേളിൽ നിന്ന് കണ്ടുപോകുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയായിരുന്നു. ഈ കേബിൾ കാറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ലൈറ്റ്സ് ഇട്ട് വെച്ചിരിക്കുന്ന ഈ മരങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ സക്കുറ ട്രീസ് ആണ് കേട്ടോ. ചെറി ബ്ലോസത്തിന്റെ സമയത്ത് ഇത് ഫുള്ള് പൂത്ത് നിൽക്കുന്നത്, അത് മേളിൽ നിന്ന് കാണുക എന്ന് പറയുന്നത് അത് വേറൊരു ഫീൽ ആയിരിക്കും. ഇതിലൊക്കെ നടന്നു വരാൻ പറ്റും. ഈ ഏരിയ ഫുള്ള് ശരിക്കും യൊമോരിലാൻഡ് ഏരിയ അല്ലേ. ഇവിടെ ഒരു ചെറിയ ടെമ്പിള്. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എൻ്റെ പുത്രൻ്റെ കൂർക്കമ്പലിയാണേ. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ നേരം ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ. ഇവിടെ നമ്മൾ കാണുന്ന ഈ സിറ്റി കവാസാക്കി എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. ഇത് കനഗാവ എന്ന് പറയുന്ന ഒരു പ്രിഫെക്ചറിലുള്ള ഒരു സിറ്റിയാണ് കേട്ടോ, ടോക്കിയോ ഒക്കെ പോലെ. ഈ വീഡിയോ കാണുന്ന ബോയ്സിന് പലർക്കും കവാസാക്കി എന്ന് പറയുന്ന പേര് പരിചയമുള്ള പേരായിരിക്കും അല്ലേ. കാരണം കവാസാക്കി എന്ന് പറയുന്ന ഒരു മോട്ടോ ബൈക്കിന്റെ നെയിം കൂടിയാണ്. കവാസാക്കി നിഞ്ചയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മോട്ടോ ബൈക്ക് ആണല്ലോ. അപ്പൊ നിങ്ങളിൽ പലർക്കും അത് അറിയായിരിക്കും. ഞങ്ങൾ റൗണ്ട് ട്രിപ്പാണ് കേട്ടോ ഈ കേബിൾ കാർ എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ലോങ് ആണ്. 500 യെന്നിന് ശരിക്കും വേർത്താന്ന് പറയാം. നല്ല ലോങ് ആണ്, നല്ല ഹൈറ്റും ആണ്. നമ്മൾ ആ സിറ്റീൻ്റെ മുകളിൽ കൂടെ ഒക്കെ വരുമ്പോൾ ശരിക്കും ഒരു ചെറുതായിട്ടല്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ചങ്ക് കിടന്ന് ഇടിക്കും. ഇപ്പം നമ്മൾ റൗണ്ട് ട്രിപ്പ് എടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ വന്ന കേബിൾ കാറിൽ തന്നെ നമ്മൾ ഇറങ്ങാതെ തിരിച്ച് അതേ ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഇനി ആ അടുത്ത സൈഡിലെ വ്യൂ ഇപ്പോൾ ഈ പോകുന്ന പോക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ റോളർ കോസ്റ്റർ കണ്ടില്ലേ, ഇതിൽ പോവുകയാണെങ്കിൽ ശരിക്കും പെട്ട് പോകുന്നു തന്നെ പറയണം. കാരണം അത്രയും അങ്ങനെ കിടക്കുകയാണ്, നീണ്ടു നിവർന്ന് എന്തോരാണെന്ന് നോക്കിക്കേ. ഇതിപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് നിന്നാൽ മതി എന്ന് നമ്മൾ വിചാരിക്കൂലേ. പക്ഷെ ഇത് ഉടനെ ഒന്നും നിൽക്കില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ശരിക്കും ഒരു ഡ്രീം ലാൻഡിലോട്ടൊക്കെ പോകുന്ന പോലെ ഇല്ലേ സച്ചു, ആ ലൈറ്റ്സ് എല്ലാം കാണുമ്പോൾ. നമ്മളിങ്ങനെ മൂവിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചില പിക്ചേഴ്സിനകത്തൊക്കെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള സ്ഥലം കാണുന്ന പോലെ ഉണ്ട്. നല്ല ഹ്യൂജ് ഏരിയ കേട്ടോ. കുറേ നമുക്കൊരു എൻ്റെ ഡേ സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട് ഇവിടെ. പേടി ഉണ്ടെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ശരിക്കും ഈ വ്യൂസ് ഒക്കെ കാണുന്നത് വെർത്ത് തന്നെയാണ്. എനിക്ക് അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തില്ല, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പോകുമ്പോഴും ഇച്ചിരി പേടിയുണ്ട് ഇത്ര ഹൈറ്റിലൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഇവരൊക്കെ ഉള്ള ധൈര്യത്തിന് ഞാനിരിക്കുന്നു. ഞാനുള്ള ധൈര്യത്തിൽ ആക്ച്വലി ഇവരിയ്ക്കുന്നത്. Okay. ഈ യൊമോരിലാൻഡ് ടോക്കിയോയിലെ ലാർജസ്റ്റ് അമ്യൂസ്മെന്റ് പാർക്ക് ആണ് കേട്ടോ. ഈ ഇവിടെ ഫൗണ്ടൻ, ഈ നമ്മളിപ്പോൾ ഈ നിങ്ങൾക്ക് വെള്ളം കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഈ ഒരു വാട്ടറിൻ്റെ ഇവിടെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫൗണ്ടൻ വർക്ക് ഉണ്ട്, മീൻസ് ഫൗണ്ടൻ ഉണ്ട്. പക്ഷെ അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളതുകൊണ്ട് ഫൗണ്ടൻ ഒന്നും ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയില്ല. യെസ്, ഇതാണ് നേരത്തെ പറഞ്ഞ വാട്ടർ ഫൗണ്ടൻ ഷോസ് നടക്കുന്ന സ്ഥലം. ഇവിടെ 3 ഷോസ് ആയിട്ടാണ് നടക്കുന്നത്. അത് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴാണ് ഈ ഷോസ് നടക്കുന്നത്. നല്ല രസമാണ് അത് കാണാൻ. പക്ഷെ ഞങ്ങൾക്കത് മിസ്സായി, കാരണം നമുക്ക് അതിന് ടൈമിംഗ് കറക്റ്റായിട്ട് നോക്കിയില്ലായിരുന്നുകൊണ്ട് ഞങ്ങളിവിടെ വന്ന സമയത്ത് ഷോസ് നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഓരോ റൈഡിലും കയറാൻ വേണ്ടി അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ വെറുതെ ഇവിടെ നിന്ന് സമയം വേസ്റ്റ് ആക്കില്ല, നമ്മൾ അടുത്ത റൈഡിൽ കയറാൻ പോയി. ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഇവിടുത്തെ ഒരു കഫേയിൽ വന്നിട്ട് ചിക്കൻ ബർഗറും ഫ്രൈഡ് ചിക്കനും പിന്നെ ഇത് ചിക്കൻ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഫ്രൈഡ് ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ഫ്രൈയും ഒരു ക്രോസൻറ്റോടെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് നമുക്ക് പിന്നെ കുറച്ച് നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. വീഡിയോ ഉണ്ട്. ഞാൻ നിന്റെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ ഉറക്കം വന്നിട്ട് പാടില്ല, നടന്ന് മടുത്തു ഞാൻ, അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നു. സൂപ്പർ ഫാസ്റ്റ്. Upside down. But that thing is only for teenagers
lot of fear. Old people would just faint. They'll just faint. Old people would faint to do this. അപ്പോൾ ഇവിടെ കാണുന്ന ഈ കളർഫുൾ ലൈറ്റ്സ് പോലെ നിങ്ങളുടെ 2025 കളർഫുൾ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.